കേരളത്തിലെ ഒരു ഇന്ത്യൻ നാഷണൽ ബീച്ച്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകളെല്ലാം അവിടെ നിന്നാണ്. നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ചയാണ്. ഇതെവിടെയാണെന്ന് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. നമ്മൾ പോകുമ്പോൾ കണ്ടൊരു കാഴ്ച ഉണ്ട്, ബീച്ചിലോട്ട് പോകുമ്പോൾ കണ്ട കാഴ്ചയാണ്. ഫുള്ളായിട്ട് ശംഖ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. അതുപോലെ തേങ്ങ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കുറേ സംഭവങ്ങളുമുണ്ട്. തേങ്ങ കൊണ്ടുണ്ട് ഓരോരോ ഗണപതിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ശംഖുകൾ കൊണ്ടും ഒരുപാട് ഐറ്റംസ് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹായ്, ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കോവളം ബീച്ചിലോട്ടാണ്. നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കോവളം ബീച്ചിൽ നിന്നാണ്. അപ്പം വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. നേരെ കാഴ്ചകളിലേക്ക്. ഇത് കോവളം ബീച്ചിലോട്ട് ഇറങ്ങിപ്പോണ വഴിയാണ്. ഹൗവ ബീച്ച്, അതാണ് ഞങ്ങളിപ്പോൾ പോണ ബീച്ചിൻ്റെ പേര്. ഹൗവ ബീച്ചാണ്. ഇവിടെ 2-3 ബീച്ചുകൾ, 6 ബീച്ചുകളാണ് അടുത്തടുത്തുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്നത് ഈ ഹൗവ ബീച്ചിലോട്ടാണ്. കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിദേശികളെ ആകർഷിക്കുന്നത് ഈ ബീച്ചിൽ തന്നെയായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് നമ്മുടെ ഈ കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു റോയി 3R വീഡിയോസ്. നമ്മൾ രാവിലെ തന്നെയാണ് കോവളം ബീച്ചിലോട്ട് വന്നിരിക്കുന്നത്. കാരണം വേറെ കുറേ സ്ഥലത്ത് പോകേണ്ടതാണ്. അപ്പോൾ നമുക്കൊരു ദിവസം കൊണ്ട് കുറേ സ്ഥലങ്ങൾ കറങ്ങേണ്ടതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ കോവളം ബീച്ചിലോട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് രാവിലെ ആണെങ്കിലും. കോവളത്തേക്ക് വരാൻ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും കോവളം ബസ്സുകൾ ഒരുപാട് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടുള്ള ബസ് ചാർജ് എന്ന് പറയുന്നത് 33 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ബസ് കിട്ടും, കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന്. ഈ കോവളത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ബീച്ചുകളുണ്ട്. ഹൗവ ബീച്ച്, സമുദ്ര ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബീച്ചുകളുണ്ട്. എല്ലായിടത്തും ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഹൗവ ബീച്ചിലാണ്. അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുടയുടെ ചോട്ടിൽ നമുക്ക് 1 മണിക്കൂറൊക്കെ ഇരിക്കാം. 1 മണിക്കൂറിന് 100 രൂപ, 150 രൂപയൊക്കെയാണ് ചാർജ് ഈടാക്കുന്നത്. ഞാൻ അവിടെ വേറൊരു സംഭവം കാണിച്ചു തരാവേ. അവിടെ ആളുകൾ കുറേ കൂടി നിൽക്കുന്നുണ്ടോ? അവിടെ ഒരു സംഭവം നടക്കുകയാണ്. അതെന്താണെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. വൈഫും മോളും കൂടി എന്തൊക്കെയോ വാങ്ങിയിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാനപ്പോൾ വീഡിയോ എടുത്ത് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ മീൻ പിടിച്ച് കയറ്റുന്ന ഒരു സീനുണ്ട്, ഞാൻ കാണിച്ചു തരാം.
രണ്ട് വശത്തും ആളുകൾ പോലെ നിന്നിട്ടാണ് വലിക്കുന്നത്. ഇത് വല ഒരുപാട് കടലിലോട്ട് ഇറങ്ങി കിടക്കുകയാണ്. ഇവിടെ കുറേ പേരുണ്ട്, അതിൻ്റെ ഒരു തല പിടിച്ചേക്കുന്നു. ഒരു തല ഇപ്പുറത്തും ആൾക്കാർ പിടിച്ച് വലിച്ച് കയറ്റുകയാണ് കരയിലോട്ട്. കടലിൽ കുറേ തലകൾ കണ്ടോ? നമ്മുടെ വിദേശികൾ കടലിൽ കുളിക്കുന്ന കാഴ്ചകളാണ്. ഒരുപാട് പേരുണ്ട്. അവർ തല മാത്രം മുകളിൽ കാണുന്നുള്ളൂ, ബാക്കി ഉടൽ മൊത്തം കടലിൻ്റെ അടിയിലാണ്. ഇപ്പം നമ്മൾ കോവളത്ത് തന്നെ മറ്റൊരു ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ ബീച്ചാണ്. അതായത് ഇപ്പം നമ്മൾ കണ്ട ബീച്ചിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഈ ബീച്ചുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കപ്പലുകളോ ബോട്ടുകളോ എന്തൊക്കെയോ കടലിൽ നങ്കൂരിട്ടിരിക്കുന്നതാണ്. കടലിലെ വെള്ളത്തിനൊക്കെ നല്ല നീല കളറ്, പച്ച കളറൊക്കെയാണ്. നല്ല തെളിഞ്ഞ വെള്ളങ്ങളുണ്ട്. ചില സ്ഥലത്തെ വെള്ളം നമ്മുടെ ഇവിടുത്തെ കടൽ പോലെ തന്നെ കറുത്ത് കിടക്കുന്നത് കാണാം. ഒരുപാട് റിസോർട്ടുകളൊക്കെ ഇവിടെ പ്രൈവറ്റ് റിസോർട്ടുകൾ ഒരുപാടുള്ള സ്ഥലമാണ്. പിന്നൊരു പ്രത്യേകത ഉണ്ടോ, ഇവിടുത്തെ കൊക്കുകൾക്ക് ഒരു പേടിയുമില്ല. നമ്മൾ അടുത്ത് ചെന്നാലും അവരങ്ങനെ തന്നെ നിൽക്കും. അതും നല്ല വലിയ കൊക്കുകൾ. വല നന്നാക്കുന്നവരൊക്കെ മീൻ പിടിക്കാനായിട്ട്. ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. നമുക്ക് വേണേൽ ലൈറ്റ് ഹൗസ് പോയിട്ട് കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും. ഞങ്ങൾ അങ്ങോട്ട് ഏതായാലും പോയിട്ടില്ല. നല്ല പൊരിഞ്ഞ വെയിലാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്ത് ഭംഗി ആസ്വദിച്ച് നടക്കുന്നത്. എന്നാലും ഒരുപാട് പേരുണ്ട്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കാണാൻ കഴിയുക. അമ്മയുടെ നടന്നിട്ടുണ്ടോ? കളറില്ലേ? കളർ കൂട്ടില്ലേ? ചെരുപ്പ് നനഞ്ഞോ? ചെരുപ്പ് നനഞ്ഞോ?
നന്നായിട്ട് നടന്നിട്ട് വരാം. ഇത് കൂടെ അത് നല്ല സ്ഥലം ഇങ്ങനെ കുറെ വെച്ച് ഇങ്ങനെ കാണാൻ റിസോർട്ട് കളഞ്ഞിട്ട് കോവളത്തെ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ബീച്ചാണ് കോവളം ബീച്ച്. അതായത് ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്ന ഒരു ബീച്ചാണ് കേരളത്തിലെ കോവളം ബീച്ച്. നിനക്ക് എന്താ ചെയ്യണ്ടേ? നിനക്കെന്താ ചെയ്യാൻ ഇതാണ് അവാർഡ് ബീച്ച്. വിദേശികളെയും സ്വദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ് നമ്മുടെ കോവളം ബീച്ച്. അപ്പം നമ്മളൊരു ഐസ്ക്രീമൊക്കെ വന്ന് തിന്നിട്ട് നടക്കണം. ഇനിയും ഇവിടെ തന്നെ വേറൊരു ബീച്ചുണ്ട്, അവിടേക്ക് പോകാം. നമ്മുടെ രവീസിൻ്റെ ലീല ഹോട്ടലാണ് ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം.